ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബീഫും പൂളയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിനായിട്ട് ഞാനിതാ ഇവിടെ ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചേർക്കണം. ഇനി ഇതിലേക്ക് തക്കാളിയും അതുപോലെ തന്നെ 3 പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പൂള കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഇതുപോലെ പീസസ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്കത് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ ബീഫ് ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് താളിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൂള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം. അതുപോലെ ഇതാ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൂളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫും പൂളയും ഇവിടെ റെഡി ആയിട്ടുണ്ട്.